നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെല്ലാം ഈ ഒരു പ്രവാസ ലോകത്തേക്ക് അല്ലെങ്കിൽ അവർ പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടാണ്, അല്ലെ? തീർച്ചയായിട്ടും ഒരുപാട് സ്വപ്നങ്ങളും ഒരുപിടി നല്ല നല്ല സ്വപ്നങ്ങൾ, നടപ്പിലാക്കേണ്ട സ്വപ്നങ്ങളും കൈ പിടിച്ചുകൊണ്ടാണ് അന്യനാട്ടിലേക്ക് മനസ്സോടെ ആണെങ്കിലും ഉറ്റവരെയൊക്കെ വിട്ട് അവര് വിദേശത്തേക്ക് ചേക്കേറുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ പലർക്കും കാത്തിരിക്കുന്നത് ചതികളായിരിക്കും. പലരും നേരിടുന്നത് ദുരനുഭവമായിരിക്കും. അവർ ചിന്തിക്കാത്ത രീതിയിലായിരിക്കും അവർ ഓരോരോ അനുഭവങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ ഏജൻസികൾ ആ ഏജൻസികളുടെ ചതിയിൽപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പുറത്തു വരുന്ന ഒരു വാർത്ത, ഇപ്പൊ പങ്കുവയ്ക്കാനുള്ള ഒരു വാർത്ത, അതായത് ഏജൻസിയുടെ ചതിയിൽ അകപ്പെട്ട് ഒരു അമ്മ ജയിലിലാണ്. ഈ ഒരു അമ്മയെ സംബന്ധിച്ചുള്ള ഏറ്റവും വേദനാജനകമായ കാര്യം, ആ അമ്മയുടെ മകൻ മരിച്ചു. ഒരു വാഹനാപകടത്തിൽ അമ്മയുടെ മകൻ മരിച്ചു. ആ മകനെ അവസാനമായിട്ടൊന്ന് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അമ്മ ജയിലിലായിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഈ വാർത്ത? ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഉണ്ടായ വാഹനാപകടത്തിലാണ് 17-കാരനായ വെള്ളറയിൽ ഷാനറ്റ് ഷൈജു മരിച്ചത്. 3 മാസം മുൻപായിരുന്നു അമ്മ ജിനു കുവൈറ്റിൽ പോയത്. കുവൈറ്റിൽ ജോലിക്ക് പോയ മാതാവ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് മകന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ വൈകുന്നത്. അപ്പോൾ ഈ ഏജൻസി ചതിച്ചതോടെയാണ് ജിനുവിനെ കുവൈറ്റിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തതും പിന്നെ 1.5 മാസമായി ഇപ്പോൾ ജയിലിൽ കഴിയുന്നതും. ആന്റോ ആന്റണി, സുരേഷ് ഗോപി, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയ എംപിമാർ ഒക്കെ ഇടപെട്ടിട്ടും നടപടികളൊക്കെ വൈകുന്നു എന്നൊക്കെയാണ് വിവരങ്ങൾ. ഈ അപകടത്തിൽ ഷാനറ്റ് ഉൾപ്പെടെ 2 വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടിരുന്നത്. ഷെല്ലാർകോവിൽ ഭാഗത്തെ ഏലത്തോട്ടത്തിലെ ജോലി കഴിഞ്ഞ് ഈ തൊഴിലാളികളുമൊക്കെയായിട്ട് ഈ കമ്പമേട്ട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഒരു ജീപ്പായിരുന്നു ഈ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഈ അലൻ കെ ഷിബുവിനെയും ഷാനറ്റ് ഷൈജുവിനെയും ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഈ രണ്ടുപേരും റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ഇവരെ രക്ഷിക്കാനായില്ല. കാരണം ഇവര് സുഹൃത്തുക്കളായിരുന്നു. രണ്ടുപേരും +2 കഴിഞ്ഞിട്ട് ഉപരിപഠനത്തിനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു. ഇതിനിടയിലാണ് ഇവരെ അപകടം കവർന്നെടുത്തത്. പത്തനംതിട്ടയുള്ള ഒരു ഏജൻസിയാണ് ജിനുവിനെ വിട്ടത്. ഈ ഏജൻസിയാണ് ചതിച്ചിരിക്കുന്നത്. അതെ, ഇവിടെ 40,000 രൂപ സാലറി പറഞ്ഞിട്ടാണ് ഈ കുവൈറ്റിലേക്ക് കൊണ്ടുപോയത്. ഒരു കുഞ്ഞിനെ നോക്കാനെന്ന് പറഞ്ഞിട്ടാണ് കുവൈറ്റിലേക്ക് എത്തിച്ചത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഇതെല്ലാം മാറി മറിഞ്ഞു. ഒരു കുടുംബത്തെ മുഴുവൻ നോക്കേണ്ട ഒരു ചുമതല തന്നെ ജിനുവിന് വന്നു. അതും 25,000 രൂപ മാത്രം സാലറി കൊടുത്തു. പക്ഷെ ജിനുവിന് ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏജൻസിയെ ബന്ധപ്പെട്ടു. തുടർന്ന് അവിടെ നിന്നും ജിനു ചാടി ഒരു 10-15 ദിവസത്തോളം മാറി നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും വീണ്ടും ഈ ഏജൻസി ജിനുവിനെ ബന്ധപ്പെട്ടുകൊണ്ട് ചുമ്മാ തിന്നും കുടിച്ചും ഒന്നും അവിടെ ഇരുന്നാൽ പോരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജോലിക്ക് പോകാൻ പറയുന്നു. തുടർന്ന് മറ്റൊരിടത്തേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ജിനുവിനെ എത്തിക്കുകയാണ്. അവിടെ നിൽക്കുന്നതിനിടയിലാണ് ഇവിടെ ആദ്യം നിന്നയിടത്തെ വീട്ടുകാർ പരാതിയുമായിട്ട് മൂവ് ചെയ്യുന്നതും. അങ്ങനെ കുവൈറ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർന്നാണ് ജയിലിൽ കഴിയുന്നത് ജിനുവിന് ഇപ്പോ മകനെ കാണുവാനായി നാട്ടിലേക്ക് പോലും വരാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. കാരണം അവിടുത്തെ നിയമങ്ങളൊക്കെ സങ്കീർണമാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ മകന്റെ മൃതദേഹം കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മകനെ കാണാൻ ആ അമ്മ എത്രത്തോളം വേദന അനുഭവിക്കുന്നുള്ളത് നമുക്കറിയാം. കാരണം ഏറെ മകന്റെ അമ്മയുടെ മനസ്സ് നമുക്ക് ചിന്തിക്കാവുന്ന അപ്പുറമാണ്. തീർച്ചയായിട്ടും ഇപ്പോ ഒരു ആപത്തിൽ, അതായത് ഈ ഒരു കേസിൽ കുടുങ്ങുന്നു, ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവിതം ഒന്ന് പച്ച പിടിപ്പിക്കാൻ വേണ്ടി വിദേശത്ത് പോകുന്നു, അവിടെ ചതിയിൽ അകപ്പെടുന്നു, ജയിലിലാകുന്നു. അതിനിടയിലാണ് മകന്റെ ഒരു മരണ വാർത്ത വരുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ താങ്ങാവുന്നതിൽ അപ്പുറമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലാണ് ഈ അമ്മ ആയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഇടപെടൽ നടത്തി അവരെ നാട്ടിലേക്ക് മകനെ ഒന്ന് അവസാനമായിട്ട് കാണാനുള്ള അവസരമെങ്കിലും മലയാളി സംഘടനകളൊക്കെ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ഇവരുടെ പാസ്പോർട്ട് അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ പാസ്പോർട്ട് പിടിച്ചു വെക്കാനുള്ള നിയമങ്ങളൊന്നും അവിടെ ഇല്ല. എങ്കിൽ പോലും അവരുടെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. കാരണം മറ്റൊരു പാസ്പോർട്ടിലൂടെ നാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമങ്ങളൊക്കെ സ്വീകരിച്ചു വരികയാണ്. എങ്കിൽ പോലും ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. മകനെ അവസാനമായി കാണാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കോവിഡും യുദ്ധമൊക്കെ കാരണം ഇപ്പൊ യുദ്ധ സാഹചര്യം, അത് ഫ്ലൈറ്റുകളൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പ്രതിസന്ധിയൊക്കെ മറികടന്ന് എങ്ങനെ ഇങ്ങെത്തും എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഒരു വശത്ത്, അല്ലെ? അതെ, പക്ഷെ എന്നിട്ട് പോലും അതിന് സാധിക്കാത്തൊരവസ്ഥയിലാണ് കഴിയുന്നത്. ഈ ഒരു അപകടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ തമിഴ്നാട്ടിൽ നിന്ന് ഈ തൊഴിലാളികൾക്ക് കുത്തി നിറച്ച് അമിത വേഗതയിൽ എത്തുന്ന ജീപ്പുകളൊക്കെ ഈ ഹൈറേഞ്ച് നിവാസികളെ സംബന്ധിച്ചുള്ള ഒരു പേടി സ്വപ്നമാണ്. ഇത്തരം യാത്രകളിലൊക്കെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടും ഇവരെ നിയന്ത്രിക്കുവാനായിട്ട് അധികൃതർ ഒന്നും തയ്യാറായിട്ടില്ല. ഇത് കാരണമാണ് ഈ ഒരു
അപകടം കൂടി സംഭവിച്ചിട്ടുള്ളതെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. കാരണം 2 യുവാക്കളുടെ ജീവനാണ് പൊലിഞ്ഞത്. അപ്പൊ ഇതിന്റെ ഒരു ഉത്തരവാദിത്തം നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഉണ്ട് എന്ന് തന്നെയാണ് ഈ നാട്ടുകാരടക്കം പറയുന്നത്. ജില്ലയിലെ ഏലത്തോട്ടങ്ങളിലൊക്കെ പണിക്കായിട്ട് ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ഈ തമിഴ്നാട്ടിൽ നിന്നും ദിവസവും ഇവിടേക്ക് എത്തുന്നത്. അപ്പൊ ഇവരെയൊക്കെ കുത്തിനിറച്ചുകൊണ്ടാണ് ഈ ജീപ്പുകളിൽ ചീറിപ്പായുന്നത് തന്നെ. അപ്പൊ കുമളി, കമ്പമേട്ട്, ബോഡിമൊട്ട് അതിർത്തികളിലൂടെ എത്തുന്ന ജീപ്പുകളിലെ കൃത്യമായ ഒരു കണക്ക് പോലും അധികൃതർക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു ജീപ്പിനുള്ളിൽ 20ഉം 25ഉം തൊഴിലാളികൾക്ക് കുത്തി നിറച്ചാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഈ പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഈ നിയമലംഘനം ഒക്കെ കണ്ടില്ലെന്നാണ് നടിക്കുന്നത്. ഒരു ജീപ്പിന് നിശ്ചിത തുക എല്ലാ മാസവും ഈ പോലീസിന് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തൊഴിലാളിയെ ഇങ്ങനെയൊക്കെയാണ് ഈ ഇടനിലക്കാർ ഇവിടേക്ക് എത്തിക്കുന്നത് പോലും. അപ്പോൾ തൊഴിലാളി ക്ഷാമം കൃഷിയെ ബാധിക്കും എന്നതിനാൽ സാധാരണക്കാരായ ആരും ഈ ഒരു നിയമലംഘനത്തിനെതിരെ പ്രതികരിക്കാറില്ല. അപ്പോൾ തൊഴിലാളികളുമായിട്ട് എത്തുന്ന വാഹനങ്ങളുടെ അമിത വേഗത്തിന് ഒരു അറുതി വരുത്തണമെന്നൊക്കെ സാധാരണ ജനങ്ങളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിലാണ് ഈ യുവാക്കളുടെ ഒരു ജീവൻ പോലും വെറും 17-18 വയസ്സ് മാത്രമേ ഉള്ളൂ. ആ കുരുന്നുകളൊക്കെ ജീവിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് ഈ ഒരു അപകടം ഇവരെ കവർന്നെടുത്തത്. അപ്പോൾ ആ ഒരു ദുരന്തത്തിനിടയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ മറ്റൊരു ദുഃഖവും ഇവരെ അലട്ടുന്നത്. കാരണം അവസാനമായി മകന്റെ മുഖം ഒന്ന് കാണുവാനായി ആ അമ്മ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ അമ്മ ഓരോ ദിവസവും ഓരോ നിമിഷവും നീറിക്കൊണ്ടാണ് ഇരിക്കുന്നത്. മകന്റെ മരണവാർത്ത അറിഞ്ഞോ എന്ന് പോലും നമുക്ക് അറിയില്ല. കാരണം ജയിലിൽ നിന്ന് ഏത് വിധേയനെ നാട്ടിലേക്ക് എത്തിക്കുവാനാണ് ശ്രമിക്കുന്നത്. ഒന്ന് ജീവിതം കരപിടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ഒരു അപകടമാണ് ഏജൻസി ചതിച്ചു എന്നുള്ളത്. അത് പത്തനംതിട്ടയിലെ ഏജൻസിയാണ്. അപ്പോൾ അത്തരത്തിലൊരു ചതി നമുക്കറിയാം, പല ഏജൻസികളും ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്താറുണ്ട്. അതെ, ഒരുപാട് പേര് അത്തരത്തിൽ ചതിയിൽ അകപ്പെട്ടു പോയ ഒരുപാട് പേര് നമുക്ക് കുവൈറ്റിൽ തന്നെ ഈ അടുത്ത് തന്നെ ഒരു യുവതി സഹായം അഭ്യർത്ഥിച്ച് രംഗത്ത് വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ആ ദൃശ്യങ്ങളൊക്കെ വൈറലായതിന് പിന്നാലെ അവരെ രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് എത്തിച്ചിരുന്നു. അവരെ അവിടെ ഒരു വീട്ടുജോലിക്ക് വേണ്ടിയിട്ട് നിർത്തിയിരുന്നു. പക്ഷെ അവിടുത്തെ അറബി ഇവരെ ഉപദ്രവിക്കുന്നത് കണ്ട ഇവരുടെ മകൻ ഈ ഉമ്മേനെ തിരക്കി വന്നിട്ട് പോലും ഉമ്മ ജീവനോടെ ഉണ്ടോ ഇല്ലേ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ദിവസങ്ങളോളം നിന്നിരുന്നു. അതിനിടയിലാണ് ആ വീട്ടിലെ ഡ്രൈവർ പറയുന്നത് ഉമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ടിരുന്നു, അവർക്ക് അപായം, അതായത് ജീവന് പോലും അപായം സംഭവിച്ചു എന്നൊക്കെ സംശയമുണ്ട് എന്ന തരത്തിൽ സംശയം ഉന്നയിക്കുന്നു. ഇതിനിടയ്ക്കാണ് ഇങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു, ജയിലിലാണ് എന്നൊക്കെ അറിയുന്നത്. ഏറ്റവും ഒടുവിൽ പക്ഷേ ദിവസങ്ങളോളം നീണ്ടുനിന്ന ആശങ്കകൾക്കൊടുവിൽ ആ ഉമ്മയെ മകന് തിരിച്ചു കിട്ടുകയും ചെയ്തിരുന്നു. അവരിപ്പോ നാട്ടിലാണ്. പക്ഷെ നാട്ടിൽ വന്നപ്പോൾ ഇവരെ മറ്റ് പല കേസുകളുമാണ് പിടിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ക്രൂരമായി തന്നെ നാട്ടുകാർക്ക് പെരുമാറി. എങ്കിൽ പോലും ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ഒരു ആശ്വാസത്തിലായിരുന്നു അവർ നാട്ടിൽ വന്നത്. എന്തായിരുന്നാലും ഇത്തരത്തിൽ ജിനുവിന് നാട്ടിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളത് ഒരു ആശങ്കയായി തന്നെ നിലനിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് കുറച്ച് കമന്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. അതായത് തീർച്ചയായിട്ടും ഈ ഒരു സംഭവം ഒരുപാട് പേര് കമന്റിലൂടെ പറയുന്നുണ്ട്. ഇത്തരത്തില് തട്ടിപ്പ് നടത്തുന്ന അല്ലെങ്കിൽ ഇതുപോലെ ഈ പ്രവാസി മലയാളികളെയൊക്കെ വഞ്ചിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അവർക്ക് അല്ലെങ്കിൽ അല്ലെ ഏജൻസികളുണ്ട്. അവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമൊക്കെ ശക്തമാകുന്നുണ്ട്. പലപ്പോഴും നമുക്ക് പലരും അതില് ഈ ചതികളിൽ അകപ്പെട്ടു പോകുന്നു. എത്രയോ പേരുടെ അനുഭവമാണ് നമുക്ക് മുന്നിലുള്ളത്. ഒരുപാട് പേര് ഇത്തരത്തിൽ ഏജൻസികളുടെ ചതിയിൽപ്പെട്ട് കുടുങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ചെല്ലുമ്പോൾ ഒന്നും ആകാതെ പോകുന്ന സാഹചര്യം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിനെതിരെ ഒരു നടപടി വേണമെന്ന് തന്നെ ഏവരും ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ അകപ്പെട്ടു പോകുന്നവരെ രക്ഷിക്കാനുള്ള ഒരു വഴിയെങ്കിലും മാർഗമെങ്കിലും അവലംബിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? അതെ, ഇതിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് കമന്റുകളൊക്കെ ഉയരുന്നുണ്ട്. അതിങ്ങനെയാണ്: ആലുവ, എറണാകുളം, കോട്ടയം ഇവിടങ്ങളിൽ ഒരുപാട് ഏജൻസികൾ നടത്തുന്നുണ്ട്. അത് മുഴുവനും നിയമപരമല്ല. ഇതുപോലെ പറ്റിക്കുന്ന ഏജൻസികളാണ് പാവങ്ങൾ അറിയാതെ പോയിരുന്നതാണ്. പല വാഗ്ദാനം നൽകി ഇതിന് കിടപിടിക്കുന്ന ഒരുപാട് ഏജൻസികളുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെയാണ് ആദ്യം ജയിലിൽ അടയ്ക്കേണ്ടത്. മലയോര പ്രദേശങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ ഏജന്റായി പ്രവർത്തിക്കുന്നത്. ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടി വേണം, അതല്ലെങ്കിൽ ഇനി ദുരിതങ്ങൾ ഉണ്ടാകാമെന്നാണ് ഒരാൾ കമന്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകിയാണ് ജിനുവിനെയും കുവൈറ്റിലേക്ക് എത്തിച്ചത്. 40,000 രൂപ ശമ്പളമുണ്ട്, ഒരു കുഞ്ഞിനെ മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുവൈറ്റിൽ എത്തിച്ചത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ സ്ഥിതി വഷളാവുകയായിരുന്നു. ഒരു കുടുംബത്തെ മുഴുവൻ നോക്കേണ്ട ഒരു ചുമതല വരുന്നു. കൂടാതെ ഈ പറഞ്ഞതിൽ നിന്നും 25,000 രൂപ മാത്രമായി ഒരു ശമ്പളം കൊടുക്കുന്ന ഒരു അവസ്ഥ. ഇതിന് വേറൊരാൾ പറയുന്നത് കുവൈറ്റിൽ ചെന്നാൽ അവർ പറയുന്നത് കേട്ട് നിൽക്കുക, ഇല്ലെങ്കിൽ ഉള്ളിലിടും ഇവർ. എത്രയും പെട്ടെന്ന് നാട്ടിൽ വരാൻ സാധിക്കട്ടെ എന്നാണ് പറയുന്നത്. കാരണം കൂടാതെ ഏജൻസി വഴി ഒരു കാരണവശാലും കുവൈറ്റിൽ വീട്ടുജോലിക്ക് വരരുത് എന്നൊക്കെയാണ് കമന്റുകൾ ഇടുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാലോ, ഈ
സാധാരണക്കാരായിരിക്കും അവര് വിദേശത്തേക്ക് പോയി ഒന്ന് നല്ല രീതിയിലാകാം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ തീർക്കാമെന്ന ലക്ഷ്യത്തോടെ വിദേശത്തേക്ക് പോകുന്നത്. അങ്ങനെയുള്ളവരെ ചൂഷണം ചെയ്യുന്ന കുറെ എണ്ണം ഉണ്ട് അല്ലെ? അതിനുള്ള ഉദാഹരണമാണ് ഈ സംഭവങ്ങളൊക്കെ. ഇത്തരത്തിൽ ഉള്ളവരെ ചതിച്ച് ചൂഷണം ചെയ്ത് അവരെ മാനസികമായിട്ടും അതുപോലെ തന്നെ അവരെ പണം തട്ടിയെടുത്ത് അവരെ ചതിക്കുന്ന വഞ്ചിക്കുന്ന ഈ പ്രവണത അത് ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അല്ലെ, ഇവിടെ എത്തിയാൽ വരുന്നവരുടെ ഭാഗ്യം പോലെ വരും, ഇല്ലെങ്കിൽ കഴുതയെ പോലെ ജോലി ചെയ്യേണ്ടി വരും. ഏജൻസി പറയുന്ന മോഹന വാഗ്ദാനം കേട്ട് ദയവായി സഹോദരിമാർ ചാടി പുറപ്പെടരുത് എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന എളുപ്പമാർഗം നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന മലയാളി ഏജന്റിനെ പോയി പിടിക്കണം. അവന്റെ വീട്ടിൽ കയറി അവനെ വലിച്ചിറക്കി വീട്ടുകാരുടെ മുന്നിലിട്ട് അടിച്ചു ഓടിക്കണം. എന്നാലേ ഇങ്ങനെയുള്ള ഒരു കള്ള ഏജന്റുകളും ഇനി മുന്നോട്ട് വരാതിരിക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. കൂടാതെ മറ്റൊരു കമന്റ് കൂടെ വരുന്നുണ്ട്. കുവൈറ്റിൽ വീട്ടുജോലിക്ക് വരുന്നവർ 100 കഥയാണ് ശമ്പളം. പെട്ടുപോയാൽ പിടിച്ചു നിൽക്കുക, ചാടിയാൽ അവർ പോലീസിൽ കേസ് കൊടുക്കും. അതിൽ അവർ എന്താണ് പരാതി കൊടുക്കുക എന്ന് നമുക്കറിയില്ല. സ്ത്രീ വിഷയമോ മോഷണമോ കൊടുത്താൽ ഭാഷ പോലും അറിയാതെ നാം കുടുങ്ങും. ഇന്ത്യൻ എംബസി നമുക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. KMCC, കുവൈറ്റ് പോലുള്ള സംഘടനകൾ എന്തെങ്കിലും സഹായം ചെയ്തേക്കാം. കമ്പനി വിസയിൽ മാത്രം വരുവാൻ ശ്രമിക്കുക എന്നൊക്കെ ഒരു മുന്നറിയിപ്പായിട്ട് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടുത്തെ മലയാളി അസോസിയേഷൻ ഒക്കെ ചേർന്നുകൊണ്ട് എത്രയും വേഗം തന്നെ ജിനുവിനെ നാട്ടിലേക്ക് എത്തിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരു ശ്രമം നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും ഈ യുദ്ധവും കോവിഡും ഒക്കെ കാരണം നാട്ടിലേക്ക് വരാൻ സാധിക്കുമോ എന്നുള്ളതിലേക്ക് കുറച്ച് ആശങ്ക നിലനിൽക്കുകയാണ്. മാത്രമല്ല ഈ വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് കൊടുക്കുന്നതിന്റെ മറവിൽ പ്രവാസി മലയാളികളെ കബളിപ്പിക്കുന്ന സാഹചര്യം അല്ലേ? അത് മറ്റൊരു വാർത്ത അത്തരത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് എറണാകുളം സൗത്ത് പോലീസ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. 9ാമത്തെ തട്ടിപ്പ് കേസിലാണ് ഈ പ്രതി അറസ്റ്റിലായിരിക്കുന്നത്. രവിപുരം സിറ ഇന്റർനാഷണൽ ട്രാവൽ ഏജൻസി ഉടമയായിട്ടുള്ള ഷിനോയിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ ഭാര്യയും ഈ കേസിൽ ഒരു പ്രതിയാണ്, 3ാം പ്രതിയായിട്ട്. അപ്പൊ പോലീസ് ഈ സംഭവത്തെ പറ്റി പറയുന്നത് ഈ ബ്രിട്ടൻ, അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കും അവിടെ നിന്ന് ഇന്ത്യയിലേക്കും വിമാന ടിക്കറ്റുകൾ ആവശ്യമുള്ള മലയാളികളാണ് തട്ടിപ്പിന് ഇരയാകുന്നതിൽ കൂടുതലും. ഈ ഓൺലൈനിലും സമൂഹ മാധ്യമങ്ങൾ വഴിയും പരസ്യങ്ങളോട് ഇവരുമായി ബന്ധപ്പെട്ട് ടിക്കറ്റിനുള്ള പണം വാങ്ങും. അവസാന നിമിഷം പണം തിരികെ നൽകാതെ ടിക്കറ്റ് റദ്ദാക്കി കബളിപ്പിക്കും. അപ്പോൾ ചില യാത്രക്കാരിൽ നിന്ന് തലേദിവസം വിളിച്ച് അധികം നിരക്ക് ഈടാക്കുന്ന സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ ടിക്കറ്റ് ഇനത്തിൽ തന്നെ 1,00,000-ഓളം രൂപ നഷ്ടപ്പെട്ട ബ്രിട്ടനിലെ പ്രവാസി മലയാളിയായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹമാണ് ഇപ്പോൾ പരാതിക്കാരൻ. ആ വ്യക്തി നൽകിയ പരാതിയിലാണ് ഈ പ്രതി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ പരാതി നൽകി ആ വ്യക്തിയെ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ, അതായത് നമ്മളെ ചതിക്കുന്നവരെ വെറുതെ വിടാതെ 2 കൈയും കെട്ടി അങ്ങ് ഇറങ്ങുക, അവരെ ഇനി ആരെയും അവർ ചതിക്കരുതെന്ന ലക്ഷ്യത്തോടെ ഇറങ്ങുക. തീർച്ചയായിട്ടും ഒരു പരിധി വരെയെങ്കിലും ഇത്തരത്തിലുള്ള ചതികളെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ഈ മെയ് 5-നാണ് ജോമോനും മകൾക്ക് നാട്ടിൽ വരാനും 25-ന് ജോമോന്റെ അമ്മയ്ക്ക് ഇവർക്കൊപ്പം UK പോകാനും 5 ടിക്കറ്റുകളാണ് 3 തവണയായി പണം അയച്ചു കൊടുത്തത്. 5 ടിക്കറ്റുകൾക്ക് വേണ്ടിയിട്ട്. ആദ്യ തവണ പണം അയച്ചപ്പോൾ വിശ്വാസം ജനിപ്പിക്കാൻ സാമ്പിളായിട്ട് വ്യാജ ടിക്കറ്റ് അയച്ചു കൊടുത്തു. പണം നൽകിയിട്ട് ടിക്കറ്റ് കിട്ടാതിരുന്നതിനെ തുടർന്ന് ജോമോൻ പരാതി നൽകി. ഇയാൾ രവിപുരത്തും കടവന്ത്രയിലും ട്രാവൽ ഏജൻസികൾ നടത്തുന്ന വ്യക്തിയാണ്. പുതിയ ശാഖ ആലുവയിൽ ഉടൻ തുറക്കുമെന്ന് പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട്. ട്വിറ്റർ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ ഫ്ലൈസെറ എന്നിങ്ങനെ വിവിധ ട്രാവൽ ഏജൻസികളുടെ പേരുകളിലും പ്രവാസികളെ ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. ഇയാൾ നടത്തിയ തട്ടിപ്പിൽ 10ാമത്തെ പരാതി കിട്ടിയിട്ടുണ്ടെന്ന് ഉടൻ കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഒരുപാട് പേര് ചതിക്കപ്പെടുകയാണ്. അപ്പോൾ ചതിയിലൊന്നും വീഴാതിരിക്കുക. പ്രവാസികളെ ലക്ഷ്യമിട്ടാണ് ഈ ചതികളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മൾ അത്രത്തോളം മുന്നോട്ടുള്ള ജീവിതമൊക്കെ ലക്ഷ്യമിട്ട് പലപ്പോഴും വിദേശത്തൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ചതികളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. ദയവ് ചെയ്ത് എല്ലാ വശങ്ങളും തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ഇത്തരത്തിൽ ഇറങ്ങി പുറപ്പെടുക എന്നുള്ള മുന്നറിയിപ്പ് മാത്രമാണ് നമുക്ക് നൽകാൻ സാധിക്കുക.